രാഹുൽ, കമ്പത്തൊക്കെ എന്താണ് അവസ്ഥ? തേനിയിലൊക്കെ ഈ പോളിംഗ് അത് കൂടുതൽ തന്നെയാണല്ലോ അല്ലേ? റോഷ്നി, വിജയുടെ TVK പാർട്ടി കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തിലായിരുന്നു. ആ ആവേശം വോട്ടർമാർ ഏറ്റെടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കനത്ത പോളിംഗ് ആണ് തേനി ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പത്തെ ഒരു പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ 16 ബൂത്തുകളാണ് ഈ സ്കൂളിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ക്യൂ ഇല്ലെങ്കിൽ കൂടി ആളുകൾ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ വെയിൽ കടുക്കുന്ന സമയത്ത് രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ആളുകൾ വലിയ രീതിയിലുള്ള തിരക്ക് വരേണ്ടതല്ല, ഇവിടേക്ക് എത്തേണ്ടതല്ല. പക്ഷേ അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇനി എന്തായാലും വരും മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഇനിയും ശതമാനം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 20% പോളിംഗ് ഇപ്പോൾ തന്നെ എല്ലായിടത്തും കൂടിയിട്ടുണ്ട്. അതിന് സമാനമായ സാഹചര്യമാണ് തേനി ജില്ലയിലും ഉള്ളത്. തേനി ജില്ലയിൽ 4 മണ്ഡലങ്ങളാണുള്ളത്. പെരിയകുളത്തും ആണ്ടിപ്പെട്ടിയിലും ബോഡി നായ്ക്കന്നൂരിലും കമ്പത്തും എല്ലാ ബൂത്തുകളിലും ഇഷ്ടംപോലെ ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. എന്താണെങ്കിലും ഇനിയുള്ള മണിക്കൂറിൽ കൂടുതൽ ആളുകൾ എത്തും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് വോട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് മടങ്ങുന്നതാണ്. ചൂടെന്ന് വെച്ചാൽ അതിഗംഭീരമായ ചൂടാണ്. കേരളത്തെ അപേക്ഷിച്ചുകൊണ്ട് വലിയ ചൂടാണ് എല്ലായിടത്തും ഉള്ളത്. പക്ഷേ ആ ചൂടിനെ അവഗണിച്ചും ആളുകൾ പോൾ ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ പോളിംഗ് ബൂത്തിലെ ഈ തിരക്ക് ആർക്ക് അനുകൂലമാകും എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ സമയം 3:45 ആവുകയാണ്. 6 മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. അപ്പോൾ ഇനിയുള്ള 2 മണിക്കൂറുകളിൽ കഴിഞ്ഞ മണിക്കൂറിന് സമാനമായി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ 2021 മറികടന്നുകൊണ്ട് ഏതാണ്ട് ഒരു 80-85% വരെ പോളിംഗ് ശതമാനം എത്താൻ തന്നെയാണ് സാധ്യത. അത് TVKക്ക് അനുകൂലമാകുമോ, DMKക്ക് അനുകൂലമാകുമോ, ADMKക്ക് അനുകൂലമാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. റോഷി. രാഹുൽ സുരേഷാണ് തേനിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.